ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാറൂഖ്. V4 സിവിലിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്, അല്ലെങ്കിൽ കഴിഞ്ഞ സെഷനിലൂടെ കൂടി നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ നിന്നും ട്രീറ്റ് ചെയ്ത വെള്ളം എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിന് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയും. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്തെല്ലാമാണ് വരുന്നത്? വെള്ളം പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ പൈപ്പ്സ് വരും. മെയിൻ പൈപ്പ്സിൽ നിന്നും സബ് മെയിൻസ് വരും. സബ് മെയിൻസിൽ നിന്നും ലാറ്ററൽസ് വരും. ലാറ്ററൽസിൽ നിന്നാണ് ഹൗസ് കണക്ഷൻസിലേക്കോ അല്ലെങ്കിൽ വേറെ ഡിമാൻഡിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്നത്. ഓക്കെ, മെയിൻ പൈപ്പ്സ്, sub-mains and laterals. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന മെത്തേഡ്സ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഗ്രാവിറ്റി വഴി വെള്ളം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കാം. അതേപോലെ പമ്പ് ചെയ്തെത്തിക്കാം. ഇതും കമ്പൈൻ ചെയ്തും എത്തിക്കാം. ഗ്രാവിറ്റി അതേപോലെ പമ്പിങ് കമ്പൈൻ ചെയ്തും എത്തിക്കാം. ആദ്യം തന്നെ ഗ്രാവിറ്റേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഗ്രാവിറ്റി വഴിയാണ്. ഓക്കെ, സോഴ്സ് അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഹയർ എലവേഷനിലാണെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലോവർ ലെവലിലാണ്. അപ്പം വെള്ളം എന്ന് പറയുന്നത് ഗ്രാവിറ്റി വഴി എന്താണ്? കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കും. സോ സിസ്റ്റം ഈസ് ഗ്രാവിറ്റേഷണൽ സിസ്റ്റം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ സിസ്റ്റം. നോട്ട്സ് എന്ന് പറയുന്നത് സിസ്റ്റം വാട്ടർ in this system water from higher level is distributed to lower level by action of gravity. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ആക്ഷൻ കാരണമാണ് ബൈ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി വെള്ളം മുകളിൽ നിന്നും താഴോട്ട് പോകുന്നത്. ഹിയർ പമ്പിങ് ഈസ് നോട്ട് റിക്വയർഡ്. ഗ്രാവിറ്റേഷണൽ സിസ്റ്റം മാത്രമാണെങ്കിൽ പമ്പിങ് ഈസ് നോട്ട് റിക്വയർഡ്. കാരണം എന്താണ്? സോഴ്സ് എന്ന് പറയുന്നത് ഹയർ ലെവലിലാണ്. അപ്പോൾ അടിയിലേക്കുള്ള ഹെഡ് എന്ന് പറയുന്നത് എലവേഷൻ കാരണം തന്നെ പ്രൊവൈഡ് ആവുന്നുണ്ട്. പമ്പിങ് ഈസ് നോട്ട് റിക്വയർഡ്. പമ്പിങ് എന്ന് പറയുന്നത് റിക്വയർഡ് അല്ല. സോഴ്സ് എന്ന് പറയുന്നത് ഹയർ ലെവലിലാണ് അല്ലെങ്കിൽ എലവേഷനിലാണ്. ഇനി സെക്കൻഡ് സിസ്റ്റം ഈസ് വാട്ട്? സെക്കൻഡ് സിസ്റ്റം ഈസ് ഡയറക്റ്റ് പമ്പിങ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് ഈസ് സിസ്റ്റം അല്ല, മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഈസ് ഡയറക്റ്റ് പമ്പിങ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും നമുക്ക് വെള്ളം വിഡ്രോ ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് എത്തിക്കണം. അപ്പോൾ എന്താണ്? വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ മെയിൻസിലേക്ക് വെള്ളം എത്തിക്കാൻ ഡയറക്റ്റായിട്ട് പമ്പ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡയറക്റ്റ് പമ്പിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും ഒരു റിസർവോയറിലേക്ക് എത്തിക്കുക. വെള്ളം എത്തിക്കുക. റിസർവോയർ എന്ന് പറയുന്നത് ഒരു ഹയർ എലവേഷനിലായിരിക്കും. ഓക്കെ, ഹയർ എലവേഷനിൽ നിന്നും പിന്നെ എന്താണ്? ഗ്രാവിറ്റി കാരണം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻസിലേക്ക് എത്തിക്കാം. ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും റിസർവോയറിൻ്റെ സഹായം തേടാതെ ഡയറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മെയിൻസിലേക്ക് എത്തിക്കുകയാണ് ഡയറക്റ്റ് പമ്പിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഡയറക്റ്റ് പമ്പിങ്ങിൻ്റെ സമയത്ത് ഫ്ലക്ച്വേഷൻ വരും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഡിമാൻഡിന് എന്താണ്? ഫ്ലക്ച്വേഷൻ വരും. അപ്പോൾ ഈ ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് പമ്പ് അതിനനുസരിച്ച് സ്പീഡ് വേരി ചെയ്യണം. അപ്പോൾ ഒരു വേരിയിങ് സ്പീഡ് പമ്പിൽ വരികയാണ്.
വേരിയിങ് സ്പീഡ് പമ്പിൽ വരുമ്പോൾ എന്താണ്, പമ്പിൻ്റെ എഫിഷ്യൻസി അവിടെ തകരാറാവുകയാണ്, അല്ലെങ്കിൽ എഫിഷ്യൻസി കുറയുകയാണ്. അപ്പം ദി സിസ്റ്റം ഈസ് നോട്ട് എക്കണോമിക്കൽ. ഓക്കെ. അപ്പോൾ എന്താണ്, ഇൻ ഡയറക്റ്റ് പമ്പിങ് വാട്ടർ ഈസ് ഡയറക്ട്ലി പമ്പ്ഡ് from water treatment plant to distribution mains. Water is directly pumped from water treatment plant to distribution mains. So in varying demands, in fluctuating demand എന്ന് പറയാം, in fluctuating demand ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരേ കോൺസ്റ്റൻറ്റ് ഡിമാൻഡ് ആയിരിക്കില്ല. ഇൻ ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡ് വേരിയിങ് സ്പീഡ് ഓഫ് പമ്പ് ഈസ് എൻഹാൻസ്ഡ്. Hence efficiency of pump will get reduced. പമ്പിൻ്റെ എഫിഷ്യൻസി എന്താണ്, കുറയാണ്. എഫിഷ്യൻസി ഓഫ് പമ്പ് ഗെറ്റ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു വേരിയിങ് സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ്. സോ ഡയറക്റ്റ് പമ്പിങ് ഈസ് അൺഎക്കണോമിക്കൽ. ഓക്കെ. അപ്പോൾ അവിടെ അൺഎക്കണോമിക്കൽ. സ്റ്റോറേജ് റിസർവോയർ. ഓക്കെ. സ്റ്റോറേജ് റിസർവോയറിലൂടെ സ്റ്റോർ ചെയ്യാതെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ മെയിൻസിലേക്ക് ഡയറക്റ്റ് പമ്പ് ചെയ്യുന്ന മെത്തേഡിന് ഡയറക്റ്റ് പമ്പിംഗ് എന്ന് വിളിക്കും. അത് അൺഎക്കണോമിക്കലാണ്. കാരണം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി തേർഡ് മെത്തേഡ് ഈസ് കമ്പൈൻഡ് സിസ്റ്റം. ഓക്കെ. തേർഡ് മെത്തേഡ് ഈസ് കമ്പൈൻഡ് സിസ്റ്റം. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് കമ്പൈൻഡ് സിസ്റ്റമാണ്. കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ സിസ്റ്റം പ്ലസ് പമ്പിംഗ് ആണ്. കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് വരുന്നത്? ഗ്രാവിറ്റേഷണൽ സിസ്റ്റം പ്ലസ് പമ്പിംഗ് ആണ് കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. പമ്പിംഗ്. അപ്പം ഈ സിസ്റ്റത്തിൽ എന്താണ്? ഈ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ ഇൻ ദി സിസ്റ്റം പമ്പിംഗ് ആൻഡ് ഗ്രാവിറ്റേഷണൽ സിസ്റ്റം ഈസ് കമ്പൈൻഡ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? റിസർവോയറിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ നമ്മൾ പമ്പ് ചെയ്യാണ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും പമ്പ് ചെയ്ത് വെള്ളം സർവീസ് റിസർവോയറിൽ സ്റ്റോർ ചെയ്യാണ്. അപ്പം സർവീസ് റിസർവോയറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വേരിയിങ് സ്പീഡ് ഓഫ് പമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാം. കോൺസ്റ്റൻ്റ് ആയിട്ട് സർവീസ് റിസർവോയർ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ തന്നെ സർവീസ് റിസർവോയറിലേക്ക് സ്റ്റോർ ചെയ്യാണ്. പിന്നെന്താണ്? സർവീസ് റിസർവോയറിൽ നിന്നും ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മളെന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഹയർ എലവേഷനിലായിരിക്കും ഈ സർവീസ് റിസർവോയർ എന്ന് പറയുന്നത്. പിന്നെ ഹയർ എലവേഷൻ അപ്പോൾ എന്താണ്, ഗ്രാവിറ്റി കാരണം ഡ്യൂ ടു ഗ്രാവിറ്റി വി ക്യാൻ ബ്രിങ് വാട്ടർ ടു ഡിസ്ട്രിബ്യൂഷൻ മെയിൻസ്. ഓക്കെ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹിയർ പമ്പിങ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് കമ്പൈൻഡ്. ഓക്കെ. അപ്പോൾ ട്രീറ്റഡ് വാട്ടർ എന്ന് പറയുന്നത് പമ്പ്ഡ് ഫ്രം വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ടു treated water pumped from water treatment plant to reservoir then എന്താണ്, then due to gravity water demand is enhanced. അല്ലെങ്കിൽ എന്താണ്, ഡ്യൂ ടു ഗ്രാവിറ്റി വാട്ടർ ഈസ് വിഡ്രോൺ ഫ്രം റിസർവോയർ ടു ഡിസ്ട്രിബ്യൂഷൻ മെയിൻസ്. ഓക്കെ. അപ്പോൾ അതാണ് എന്ത്, കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്രാവിറ്റേഷണൽ സിസ്റ്റമും അതേപോലെ പമ്പിംഗ് സിസ്റ്റമും കമ്പൈൻഡ് ആണ്. ഓക്കെ. അപ്പോൾ സർവീസ് റിസർവോയർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണ്,
വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു റിസർവോയറാണ്. ഫ്ലക്ച്വേഷൻ്റെ സമയത്ത് ഡയറക്റ്റ് പമ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് വേരിയിങ് സ്പീഡ് സംഭവിക്കും. അപ്പോൾ വേരിയിങ് സ്പീഡ് സംഭവിച്ചു കഴിഞ്ഞാൽ പമ്പിങ്ങിൻ്റെ എഫിഷ്യൻസി കുറയാണ്. അപ്പോൾ അതിന് എന്താണ് അതിൽ ബദലായിട്ട് ഫ്ലക്ച്വേഷൻ ഡിമാൻഡിൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാണ്, റിസർവോയറിൽ സ്റ്റോർ ചെയ്യാണ്. അതിന് പുറമേ തന്നെ ഫയർ നീഡ്സിലും എന്താണ് സർവീസ് റിസർവോയറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സിസ്റ്റം ഓഫ് സപ്ലൈ ആണ്. 2 സിസ്റ്റം ഓഫ് സപ്ലൈ ആണുള്ളത്. നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈ സിസ്റ്റം ഓഫ് സപ്ലൈ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് മെത്തേഡ്സ് ആയിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് ആയിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സിസ്റ്റം ഓഫ് സപ്ലൈ ആണ്. ഫസ്റ്റ് സിസ്റ്റം ഈസ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഈസ് 24/7 ഹവേഴ്സും വെള്ളം സപ്ലൈ ആണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർമിറ്റൻറ്റ്. ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ പീക്ക് ഡിമാൻഡിൽ മാത്രം വെള്ളം സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേക ഒരു ടൈമിൽ മാത്രം ഇടവിട്ട് വെള്ളം സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ എന്ന് പറയും. ഓക്കെ, 2 സപ്ലൈ ആർ ദർ, കണ്ടിന്യൂസ് ആൻഡ് ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലേ ഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. ലേ ഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആയിരിക്കും നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ലേ ഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലേ ഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡെഡ് എൻഡ് സിസ്റ്റം, റിംഗ് സിസ്റ്റം, അതേപോലെ റേഡിയൽ സിസ്റ്റം ഒക്കെ വരുന്ന ഇത് ഇവിടെയാണ്. അപ്പോൾ ലേ ഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ മെയിൻസിൽ നിന്നും സബ് മെയിൻസ് വഴി ലാറ്ററൽസ് വഴി വീടുകളിലേക്ക് എത്തിക്കണം, ഹൗസ് കണക്ഷൻ വഴി വീടുകളിലേക്ക് എത്തിക്കണം. അപ്പം അത് എങ്ങനെയൊക്കെയാണ് അതിനെ ലേ ഔട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ലേ ഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പോൾ പല കണ്ടീഷനനുസരിച്ച് ലേ ഔട്ട് മാറാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡെഡ് എൻഡ് സിസ്റ്റമാണ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഈസ് ഡെഡ് എൻഡ് സിസ്റ്റം. ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂഷ്വലി ആദ്യം തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുക. ഡെഡ് എൻഡ് സിസ്റ്റം ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻ ഓൾഡ് ആൻഡ് അൺപ്ലാൻഡ് സിറ്റി. ഓക്കെ, വലിയ പ്ലാനിങ് ഒന്നുമില്ലാത്ത സിറ്റിയിലാണ് സാധാരണയായിട്ട് ഡെഡ് എൻഡ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡെഡ് എൻഡ് സിസ്റ്റം എങ്ങനെയാണ് കാണുക എന്നുള്ളതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഓക്കെ, ദിസ് ഈസ് ഡയഗ്രാം ഓഫ് എ ഡെഡ് എൻഡ് സിസ്റ്റം. ഓക്കെ, ഡെഡ് എൻഡ് സിസ്റ്റത്തിന് വേറൊരു പേരാണ് ട്രീ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുള്ള എന്താണ്? മെയിൻ പൈപ്സിലൂടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ മെയിൻസിലൂടെയാണ് വെള്ളം സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നിന്നും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം എന്താണ്? സബ് മെയിൻസിലൂടെ ബ്രാഞ്ചിലേക്ക് എത്തുകയാണ്. ബ്രാഞ്ചിൽ നിന്നുമാണ് ഹൗസ് കണക്ഷൻ വഴി വീടിലേക്ക് വെള്ളം എത്തുന്നത്, ഹൗസ് കണക്ഷൻസ് വഴി വീടുകളിലേക്ക് വെള്ളം എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് മാനറിലൊന്നും അല്ല ഈ ഒരു സിസ്റ്റം അലൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഒരു വീട് വെക്കുകയാണെങ്കിൽ എന്താണ്? ഈ വീട്ടിലേക്കുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ ഒരു ക്ലസ്റ്റർ ഓഫ് ഹോംസ് ഉണ്ടെങ്കിൽ പുതിയൊരു കണക്ഷൻ അവിടെ വരും. അപ്പോൾ ഒരു പ്ലാൻഡ് മാനറിലൊന്നും അല്ല ഇവിടെ കണക്ഷൻ ഉള്ളത്. പക്ഷേ എന്താണ്? ഒരു ഡെഡ് എൻഡ് ആണ്. എല്ലാ പോയിന്റിലും വെള്ളത്തിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷനിലാണ്. ഓക്കെ, ഈ ഒരു പ്ലേസിലേക്കുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് വെള്ളം മൂവ് ചെയ്യുന്നത്. ഈ ഒരു വീട്ടിലേക്കുള്ള ഈ ഒരു പോയിന്റിലേക്കുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് വെള്ളം മൂവ് ചെയ്യുന്നത്, വേറെ ഡയറക്ഷനിലൂടെയും വെള്ളം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൾഡ് ആൻഡ് അൺപ്ലാൻഡ് സിറ്റിയിലാണ് സാധാരണയായിട്ട് ഡെഡ് എൻഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് സിസ്റ്റം ഈസ് ഓൾസോ അതർവൈസ് നോൺ ആസ്, അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ, otherwise known as ട്രീ സിസ്റ്റം എന്നുള്ളതാണ് വേറെ പേര്. ട്രീ സിസ്റ്റം എന്ന് പറയാൻ കാരണം എന്താണ്? മരച്ചില്ലകളെ പോലെയാണ് ഇതിൻ്റെ ലേ ഔട്ട് പോകുന്നത്, ബ്രാഞ്ചസ് ആയിട്ടാണ് പോകുന്നത്. ഒരു അൺപ്ലാൻഡ് വേലൊന്നുമല്ല, ഒരു പ്ലാൻഡ് വേല, ഒരു അൺപ്ലാൻഡ് വേലാണ് ഇതിൻ്റെ സിസ്റ്റം മൂവ് ചെയ്യുന്നത്.
ദിസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് വൺ മെയിൻ പൈപ്പ്. ഒരു മെയിൻ പൈപ്പ് ഉണ്ട്, അതിനെ ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ട് സബ് മെയിൻസ് ഉണ്ട്, സബ് മെയിൻസിനെ ബ്രാഞ്ച് ചെയ്തിട്ട് ബ്രാഞ്ച് ഉണ്ട്, ബ്രാഞ്ചിൻ്റെ ലാറ്ററൽസ് എന്ന് പറയും. ലാറ്ററൽസിൽ നിന്നും ഹൗസ് കണക്ഷൻസ് വഴിയാണ് പല ഹൗസിലേക്കോ അല്ലെങ്കിൽ പല ഡിമാൻഡിലേക്കുള്ള വെള്ളം എത്തുന്നത്. ഓക്കെ, ഇനി ആദ്യം തന്നെ ഇതെന്താണ്, ഓൾഡ് ടൗൺസിലും അതേപോലെ അൺപ്ലാൻഡ് സിറ്റിയിലുമാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എത്തിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ദിസ് സിസ്റ്റം ഈസ് സിമ്പിൾ ആൻഡ് ചീപ്പ്. ദിസ് സിസ്റ്റം ഈസ് സിമ്പിൾ ആൻഡ് ചീപ്പ്. സിമ്പിളും അതേപോലെ ചീപ്പുമാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു പ്ലാൻഡ് വേയിലുള്ള സിസ്റ്റം ഒന്നുമല്ല. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഡെഡ് എൻഡ് സിസ്റ്റമാണ്. ഡെഡ് എൻഡിൽ എന്താണ്, വെള്ളം കുമുലേറ്റ് ചെയ്ത് കണ്ടാമിനേഷന് സാധ്യതയുണ്ട്. ഇൻ ഡെഡ് എൻഡ്സ് കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ വിൽ ഒക്കർ. ഓക്കെ, ഡെഡ് എൻഡ്സിൽ എന്താണ്, കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ഒക്കർ ചെയ്യും. കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ഒക്കർ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഈസ് യൂണി ഡയറക്ഷണൽ. ഫ്ലോ എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷണലാണ്. ഞാൻ പറഞ്ഞു ഫ്ലോ എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷനിലാണ്. ഒരു പോയിന്റിലേക്കുള്ള ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലൂടെ മാത്രമേ എത്തുന്നുള്ളൂ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ പൈപ്പ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഫ്ലോ ഈസ് യൂണി ഡയറക്ഷണൽ. സോ ഇഫ് ദർ ഈസ് എനി problem in that pipe system water flow is stopped. ഓക്കെ, ആ പൈപ്പ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനുള്ള ആ പൈപ്പിലൂടെ റെക്ടിഫൈ ചെയ്തിട്ട് മാത്രമേ നമുക്ക് വെള്ളം വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ്, വാട്ടർ കണക്ഷൻ എന്ന് പറയുന്നത് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. കാരണം ഫ്ലോ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലാണ്. ഇനി ഫയർ ഡിമാൻഡ് സൃഷ്ടിക്കുകയാണ്. ഒരു ഉദാഹരണത്തിന് ഈ ഒരു യൂണി ഡയറക്ഷനിൽ ഇവിടെ ഒരു ബ്ലോക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ബ്ലോക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ പൈപ്പിൽ എന്താണ് ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പം അതിലൂടെ വെള്ളം കടത്തിവിടാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരു ഫയർ ഹസാർഡ് സംഭവിച്ചു. ഇവിടെ എന്താണ്, ഒരു ഫയർ പ്രോൺ സംഭവിക്കുന്ന സമയത്ത് അപ്പോൾ എന്താണ്, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിലൂടെ വെള്ളം പോകുന്നില്ല, വെള്ളം യൂണി ഡയറക്ഷനിലാണ്. അല്ലെങ്കിൽ എന്താണ്, വേറെ വഴിയിലൂടെയൊക്കെയുള്ള വെള്ളത്തിലൂടെ നമുക്ക് വാൾവ് തുറന്നിട്ട് വെള്ളത്തിലൂടെ വേറെ മെയിൻസിലൂടെ വരുന്ന വെള്ളം അല്ലെങ്കിൽ വേറെ സബ് മെയിൻസിലൂടെ വരുന്ന വെള്ളം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ എന്താണ്, അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, ദർ ഇസ് എ ഡിസഡ്വാൻറ്റേജസ് ഡ്യൂറിങ് ഫയർ ഹസാർഡ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് ഡ്യൂറിങ് ഫയർ ഹസാർഡ്. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇൻ ഓൾഡ് സിറ്റി ഓർ അൺപ്ലാൻഡ് സിറ്റി വിച്ച് ഈസ് ദി ലേഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഇറ്റ് ഈസ് ഡെഡ് എൻഡ് സിസ്റ്റം. ഓക്കെ, ഇനി അടുത്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈസ് ഫസ്റ്റ് ഈസ് ഡെഡ് എൻഡ് സിസ്റ്റം. നെക്സ്റ്റ് discussion is grid system. Next discussion is grid system. Grid system is used mainly in planned system. Grid system is used in planned city. Planned സിറ്റിയിലാണ് ഗ്രിഡ് അയൺ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയഗ്രാം കാണിച്ചു തരാം. ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഗ്രിഡ് അയൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻസിലൂടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പ്ലാൻഡ് വേ സിറ്റിയിലാണ് നമ്മൾ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം സെൻറ്ററിലൂടെ എന്താണ്, ഒരു മെയിൻസ് ഉണ്ട്. മെയിൻസിലൂടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് വെള്ളം ഇതിലേക്ക് എത്തും. വെള്ളം എത്തിക്കഴിഞ്ഞാൽ സബ് മെയിൻസിലൂടെയും ബ്രാഞ്ചസിലൂടെയും വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാൻഡ് വേയിലാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ്, വെള്ളം എന്ന് പറയുന്നത്
യൂണിഡയറക്ഷനിൽ മാത്രമല്ല വേറെ ഡയറക്ഷനിലൂടെയും വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫയർ ഹസാർഡ് സംഭവിക്കുന്ന സമയത്ത് ഒരു പൈപ്പ് ലോക്കായി കഴിഞ്ഞാൽ വേറെ രീതിയിലൂടെയും നമുക്ക് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ഇവിടെ ഒരു ഫയർ ഹസാർഡ് നടക്കുന്ന സമയത്ത് ഇവിടെ ബ്ലോക്കായി കഴിഞ്ഞാൽ വേറെ മെയിൻസിലൂടെയും നമുക്ക് വെള്ളം ഇവിടെ എത്തിക്കാൻ കഴിയും. ഓക്കെ, അപ്പം ഫയർ ഹസാർഡിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ പ്ലാന്റ് സിറ്റി. ഓക്കെ, ഈ സിസ്റ്റത്തിന് ഒരു അതർ നെയിം ഉണ്ട്, അതിൻ്റെ പേരാണ് റെറ്റിക്കുലാർ സിസ്റ്റം. അതർ നെയിം ഈസ് റെറ്റിക്കുലാർ സിസ്റ്റം. റെറ്റിക്കുലാർ സിസ്റ്റം. ഓക്കെ ഓക്കെ റെറ്റിക്കുലാർ സിസ്റ്റം അതേപോലെ ഇൻ്റർലേസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കാം. ഇൻ്റർലേസ്ഡ് സിസ്റ്റം. ഓക്കെ, ദിസ് ഈസ് വെരി കോസ്റ്റ്ലി. മെത്തേഡ് ഈസ് വെരി കോസ്റ്റ്ലി. കാരണം എന്താണ്? മോർ പൈപ്സ് ആൻഡ് വാൾവ്സ് ആർ റിക്വയർഡ്. ഓക്കെ, കൂടുതൽ പൈപ്സും വാൾവ്സും റിക്വയർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രിഡ് അയൺ സിസ്റ്റം എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്. നെക്സ്റ്റ് സിസ്റ്റം ഈസ് മെത്തേഡ് അല്ല, നെക്സ്റ്റ് ലേഔട്ട് ഈസ് വാട്ട്? റിംഗ് സിസ്റ്റം. റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രിഡ് അയൺ പോലെ തന്നെ മെയിൻ പൈപ്പ് എന്ന് പറയുന്നത് ഗ്രിഡ് അയണും അതേപോലെ റിംഗ് സിസ്റ്റമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മെയിൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻ പൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ റേഡിയലി ഔട്ട്വേർഡിലൂടെ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, റേഡിയലി അല്ല, ഔട്ടർ പെരിഫറിയിലൂടെ മെയിൻസ് മൂവ് ചെയ്യുകയാണ്. റേഡിയലി അല്ല, ഔട്ടർ പെരിഫറിയിലൂടെ മെയിൻസ് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഔട്ടർ പെരിഫറിയിലൂടെ മെയിൻസ് മൂവ് ചെയ്യുകയാണ്. പിന്നെ മെയിൻസിൽ നിന്നും സബ് മെയിൻസ് വഴി വെള്ളം ഉള്ളോട്ട് പോവുകയാണ്. ഓക്കെ, മെയിൻസിൽ നിന്നും വെള്ളം ഉള്ളോട്ട് പോവുകയാണ്. പിന്നെന്താണ്? മെയിൻസിൽ നിന്നും വെള്ളം ഉള്ളോട്ട് പോവുകയാണ്. ഇതും ഒരു പ്ലാൻഡ് വേ ഓഫ് സിറ്റിയിലാണ് റിംഗ് സിസ്റ്റമും യൂസ് ചെയ്യുന്നത്. റിംഗ് സിസ്റ്റം ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ പ്ലാൻഡ് സിറ്റി. അതർ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലാർ സിസ്റ്റമാണ് വേറെ ഒരു പേരെന്ന് പറയുന്നത്. അതർ നെയിം ഈസ് സർക്കുലാർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ മെയിൻ പൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിറ്റിൻ്റെ ചുറ്റും മെയിൻ പൈപ്സ് ലേ ചെയ്തിട്ട് ഉള്ളിലേക്കാണ് സബ് മെയിൻസ് വഴി വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സിസ്റ്റം ഈസ് റേഡിയൽ സിസ്റ്റം. ഫോർത്ത് വൺ ഈസ് റേഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? റേഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെയിൻസിൽ നിന്നും, റേഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. കാരണം റേഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഏരിയ സെവറൽ സോൺസ് ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ഏരിയ സെവറൽ സോൺസ് ആയിട്ട് 1, 2, 3, 4 എന്ന് പറയുന്ന സോണുകളായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു ഏരിയ സെവറൽ സോൺസ് ആയിട്ട് തിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ബിഗ് ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ സോൺസ്. divided into several zones. Okay, several zones. പിന്നെന്താണ്? മെയിൻ പൈപ്പിൽ നിന്നും വെള്ളം എങ്ങോട്ടാണ്? സബ് മെയിൻസിലേക്കല്ല പോകുന്നത്. മെയിൻ പൈപ്പിൽ നിന്നും വെള്ളം ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിലേക്കാണ് വെള്ളം പോകുന്നത്. ഓക്കെ, വാട്ടർ എന്ന് പറയുന്നത് മെയിൻ പൈപ്പിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ കൊടുക്കുകയാണ്. ഓക്കെ, വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ ഈസ് moved from mains to distribution reservoirക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനും വിഡ്രോ ചെയ്യാണ്. റിസർവോയർ
എങ്ങനെ സബ്മെയിൻസ് വഴി, മെയിൻസിൽ നിന്നും സബ്മെയിൻസ് വഴി ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിലേക്ക് ആദ്യം വെള്ളം എത്തി. ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിൽ നിന്നാണ് ഡിമാൻഡിനനുസരിച്ച് വെള്ളം കമ്മ്യൂണിറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ബ്രാഞ്ചസ് വഴി ഡിമാൻഡ് അനുസരിച്ചുള്ള വെള്ളം കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കുകയാണ്. ദെൻ ഫ്രം ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ വാട്ടർ ഈസ് given to community through branch or laterals. ഓക്കെ, അപ്പോൾ ഇതാണ് റേഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. റേഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റേഡിയലി ആണ് മൂവ് ചെയ്യുക. റേഡിയൽ സിസ്റ്റം എന്ന് പറയാൻ പേര് വരാൻ കാരണം എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിൽ നിന്നും റേഡിയൽ ഡയറക്ഷനിലാണ് വെള്ളം മൂവ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിൽ നിന്നും റേഡിയൽ ഡയറക്ഷനിലാണ്. ഇവിടെ നമുക്ക് നോക്കാൻ അറിയാം, റേഡിയൽ എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ നിന്നും പെരിഫറിയിലേക്ക് മൂവ് ചെയ്യുകയാണ്. സെൻട്രലിൽ നിന്നും പെരിഫറിയിലേക്കാണ് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റേഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. മെയിൻസിൽ നിന്നും വെള്ളം എന്താണ് സബ്മെയിൻസ് വഴി സ്റ്റോർ ചെയ്യാൻ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിൽ സ്റ്റോർ ചെയ്യും. ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിൽ നിന്നും റേഡിയൽ ഡയറക്ഷനിലേക്കാണ് വെള്ളം ബ്രാഞ്ചസ് വഴി അല്ലെങ്കിൽ ലാറ്ററൽസ് വഴി ഹൗസ് കണക്ഷൻസിലേക്കോ അല്ലെങ്കിൽ വ്യത്യസ്ത ഡിമാൻഡുകളോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ലേ ഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കും എന്താണ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. താങ്ക് യു.